ഇതാണ് തായ്ലൻഡിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഇതിനെ പറയുന്നത് സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്നാണ്. ഏകദേശം ഒരു 45 വർഷമായി ഇതിൻ്റെ പണി നടക്കുന്നു. ഇതൊരു കാസ്റ്റിലാണ്, മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് തൊട്ട് ടോപ്പ് വരെ കംപ്ലീറ്റ് വുഡാണ്. അത് ഇത് ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പാർട്സ് പോലും അവർ ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല. അതായത് ജോയിൻ ചെയ്യാനുള്ള ആണികൾ പോലും ഇരുമ്പല്ല, എല്ലാം വുഡാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിതിൻ്റെ അകത്തുനിന്ന് പോയി കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു സീ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സീ കാണാനായിട്ട്. ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കഫേ ഉണ്ട്, ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ ടെൻഡർ കോക്കനട്ടും കാര്യങ്ങളൊക്കെ കിട്ടും, ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ വന്ന് റിലാക്സ്. ഭയങ്കര ചൂടാണ് തായ്ലൻഡ്, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതാണ് ഇതിൻ്റെ വർക്ക്ഷോപ്പ്. Start within ourselves. So may we become a good role model and an influence to others. At the highest top, at the top of the museum, ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ ഹെൽമെറ്റ് ഇടണം. കാരണം അത് ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ. നമുക്കിവിടെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ടാവും, പുള്ളിക്കാരത്തിനത്. പല രാജ്യത്തുള്ള ഗൈഡുമാരുണ്ടാവും. ഓരോ ടൈമിലും ഓരോ കൺട്രിയാണ്, ചൈനീസ്, റഷ്യൻ, അങ്ങനെയല്ല. നമ്മുടെ ആൾക്കാരെല്ലാം ഹെൽമെറ്റ് ഒക്കെ ശരിക്കും സാഞ്ചുറി ഓഫ് ട്രൂത്തിലൂടെ പോകുന്ന വഴിയാണ്. എല്ലാവരും തലയിൽ ഹെൽമെറ്റ് വെക്കണം നിർബന്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സാധനങ്ങൾ അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഡൗട്ട് ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ജോയിൻസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കണ്ടോ, ഇതുണ്ടോ. പക്ഷേ ഒരു ഇതിങ്ങനെ ഇതിൻ്റെ ജോയിൻസാണ് കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷെ പീസ് ആക്കാം. ഇത് പറഞ്ഞല്ലോ, ഈ ഇരുമ്പോ ആണിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല, കംപ്ലീറ്റ്ലി വുഡിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. വുഡ് ലോക്ക് ചെയ്യുന്നില്ല. ഇതിനാവശ്യമുള്ള ഇതിൻ്റെ വർക്ക്ഷോപ്പാണത്, സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ വർക്ക്ഷോപ്പാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ആർച്ചാണ് കേട്ടോ. ഇവരാദ്യം തന്നെ പടം വരക്കും കണ്ടോ, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യും. അതിനുശേഷം ഇവരത് കട്ട് ചെയ്ത് വെക്കുക ചെയ്യുക, കൊത്തി ഇടും. ഇതൊക്കെ ഇവരൊന്ന് പണിയുന്നുണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത്. അത് ഫുള്ള് ഇതേപോലെ കൈകൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് കൊത്തി എടുത്തേക്കുന്നത്. കൂടുതലും സ്ത്രീകളാണ് ഈ ഇങ്ങനെ കൊത്താനായിട്ട്, അതായത് മരം കൊത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ കണ്ടേക്കുന്നത്. ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇതേപോലത്തെ 4 ഫേസ് ഉണ്ട്, മനസ്സിലായോ. ഒരു ഫേസ്, രണ്ടാമത്തെ ഫേസ്, ഇതേപോലെ തന്നെ 2 അപ്പുറത്തും ഉണ്ട്. നമ്മളിതവിടെ നോക്കിയ ബേ കാണാം, സീ ആണത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഫ്ലോർ ഉൾപ്പെടെ തറഭാഗം തൊട്ട് വുഡാണ് ഇതിൻ്റെ. സാധാരണ നോർമലി എല്ലാവരും തറ കെട്ടുന്ന കരിങ്കല്ലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടാണല്ലോ നോർമലി കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്ലോർ ഉൾപ്പെടെ, അതായത് ഇതിൻ്റെ തറ ഉൾപ്പെടെ സ്ട്രോങ് ആയ വുഡാണ്. കാണിച്ചത് ഇതൊക്കെ വുഡാണ്. താഴ്ഭാഗം കണ്ടോ, കംപ്ലീറ്റ് കൊത്തി വെച്ചാണ് കണ്ടോ. ഓരോ തൂണും നോക്കിയാൽ നിങ്ങൾ, എല്ലാം വുഡാണ് കംപ്ലീറ്റ്. ഇത് താങ്ങി വരുന്ന ഈ തൂണാണ്, ഈ തൂണ് കംപ്ലീറ്റ് വുഡാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
തായ്ലൻഡ് വരുമ്പോൾ നിർബന്ധമായിട്ടും കാണേണ്ട സ്ഥലങ്ങളൊന്നാണ് സാഞ്ചുറി ഓഫ് ട്രൂത്ത്. ഇപ്പം മിക്ക സാഞ്ചുറി ഓഫ് ട്രൂത്തിന് ബാക്കിയുള്ള അപേക്ഷ ഒരല്പം ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. ഇന്ത്യൻ മണി ഏകദേശം ഒരു 3500-4000 വരും. 3000 രൂപ റേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് പെർ പേഴ്സണ്. അതുകൊണ്ട് മിക്കവരും ഇപ്പോൾ സാഞ്ചുറി ഓഫ് ട്രൂത്ത് മിക്ക ടൂർ പാക്കേജ് കമ്പനികളും ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ടൂർ എടുക്കുമ്പോൾ പറയണം നിങ്ങൾ സാഞ്ചുറി ഓഫ് ട്രൂത്ത് വേണം എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. എൻട്രൻസും പടിയെല്ലാം തടിയാണ്, വുഡാണ്. താഴെ ട്രഡീഷണൽ ഡ്രസ്സിൽ ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസ് താഴെ. നിങ്ങളിതിൻ്റെയൊക്കെ വുഡ് വർക്കുകളുണ്ടോ? ഇതെല്ലാം തടിയാണ്, തടി. നമ്മുടെ നാട്ടിൽ പറയില്ലേ തടിപ്പണിയാണ്. ഉള്ളിലാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ള്. Общество полной дискриминации, а отражается через конфликт между людьми, у которых разные отношения, разные мнения и общество. ഇതെല്ലാം ഫ്ലോറും എല്ലാം വുഡാണ്. കണ്ടോ? പിന്നെ ടോപ്പിലുള്ള പണി കണ്ടോ? ടോപ്പിലും എല്ലായിടത്തും കൊത്തുപണികളാണ്. ഇതൊക്കെ കംപ്ലീറ്റ് കൊത്തുപണിയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ സീ കാണാം. ഇവിടെ ഇരിക്കുക നമുക്ക് വേണമെങ്കിൽ. നല്ല കാറ്റാണ്. ഗൈഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണുണ്ടോ? പണി നടന്നുകൊണ്ടിരിക്കണം ഇപ്പോഴും.อันนี้รอ310นะ ഏജിലുള്ളവർക്ക് പോകാനായിട്ട് ഈ ബഗ്ഗി ഒരു ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ടോപ്പിൽ നിന്ന് താഴത്തോട്ട് വരും. അവിടെ ഒരു ലിഫ്റ്റും ഉണ്ട് പ്രായമുള്ളവർക്ക്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും. പക്ഷെ ഇത് നടന്ന ഒരു റൗണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. അത്രയ്ക്കുണ്ട്. ഇതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇത് കടലാണ്. ഇവിടെ ഉണ്ടോ? ഒരു കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1980 സ്റ്റാർട്ട് ചെയ്താണ് ഇതിൻ്റെ വർക്ക്. ഓർക്കണം, 1980 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ടും പണി തീർന്നിട്ടില്ല. കാരണം തീരില്ല. കാരണം ഇത്രയും വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലേ. വുഡല്ലേ, എല്ലാം കൈപ്പണിയാണ്. എല്ലാം ബൈ ഹാൻഡ് ഇവരിങ്ങനെ ചെയ്ത് വെച്ചാണ്. കൊത്തി 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 എടുത്തേക്കാണ്. അതായത് ആ ടോപ്പിൽ റൂഫ് ഉൾപ്പെടെ വുഡാണ്. ഓടല്ല, നമ്മുടെ നാട്ടിലെ പോലെ ഓടോ അല്ലെങ്കിൽ കോൺക്രീറ്റോ അല്ല. റൂഫ് ഉൾപ്പെടെ വുഡാണ്, മരമാണ്. ഇവിടെ നോർമലി എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ അനിമലിനെ നിർത്തിയിട്ട് നമുക്ക് പൈസ കൊടുത്ത് അതിനെ ഫീഡ് ചെയ്യാം. 400 തായ് ഭാഗത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ആനപ്പുറത്ത് ആ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ചുറ്റും ഒരു റൗണ്ട് അടിക്കും. 400 തായ് ഭാഗത്ത് കൊടുത്ത് കഴിഞ്ഞാൽ 100 തായ് ഭാഗത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ പഴം വാങ്ങിച്ച് ആനക്ക് കഴിക്കാൻ കൊടുക്കാം. പിന്നെ ഹോഴ്സിന് ഉണ്ട് ഇതേപോലെ തന്നെ. അതിൻ്റെ മേളിൽ ബോണി ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. $200 ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഈ കുതിരവണ്ടിയിൽ നമുക്ക് റൗണ്ട് അടിക്കാം. അതേപോലെ 100 തായ് ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുതിരനെ തീറ്റിക്കാം, ക്യാരറ്റൊക്കെ കൊടുക്കാം. ഫണ്ണി.